ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ഇത് ഈ വർഷത്തെ അവസാനത്തെ റീഡിംഗ് ആണ്. ഇത് മലയാളികൾക്ക് സ്പെഷ്യലി ഏറ്റവും പ്രിയപ്പെട്ട റീഡിംഗ് ആണ്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പാർട്ട്ണർ ഇൻ ദ സെൻസ് ഹസ്ബൻഡ് വൈഫും ആവാം, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടും ആവാം, ഫ്രണ്ട്സും ആവാം, ആരുമാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് അടുത്ത വർഷം നിങ്ങളെങ്ങനെയായിരിക്കും അവരോട്, ഏത് വിധത്തിലാണ് അവരുടെ അടുത്ത് പെരുമാറേണ്ടത്, എങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അവരെന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പൈൽ ബ്ലൂ കളർ, ഓക്കെ, ആൻഡ് സെക്കൻഡ് പൈൽ ബ്രൗൺ കളർ പെബിൾ. സോ നമുക്ക് നോക്കാം ബ്ലൂ കളർ പെബിൾ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഫസ്റ്റ് പൈൽ, അവരുടെ പേഴ്സൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ് നിങ്ങളെക്കുറിച്ച്. അടുത്ത വർഷം അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങളെങ്ങനെയായിരിക്കണം എന്ന് അവർ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് നോക്കാം. ഓക്കെ, സോ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നോ അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ 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 അവരെല്ലാം നിങ്ങളിൽ നിന്ന് പുതിയതായിട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്താ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അവരെ കുറേ സമയം അവോയ്ഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കണം എന്നാണ് നിങ്ങളോട് പറയണത്. അപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വൈസ് വേഴ്സിയും ആവാം കേട്ടോ. ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുമായിരിക്കും ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യണു, ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യണു എന്നൊക്കെ. പക്ഷേ ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതോ അല്ല, നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബൈ ചാൻസ് നിങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി മീൻസ് ഇനിയും കൂടുതൽ ഇമോഷണൽ ട്രോമാസ് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണ്ട എന്നാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പുതിയ അധ്യായം തുടങ്ങണമെന്നാണ്. അപ്പോൾ മീൻസ് ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, ചീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മീൻസ് നിങ്ങളെ തഴയുകയാണ്, നിങ്ങളെ സംസാരിക്കുന്നില്ല, നോ കോൺടാക്ട് മോഡിൽ വെച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല. മീൻസ് റിയാലിറ്റി എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയണം. ഇപ്പം നിങ്ങൾക്ക് റിയാലിറ്റി മനസ്സിലായി, ഒരു പക്ഷേ അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണെന്നോ അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം എന്നാണ് പറയണത്. നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരിക്കും. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് ആ വ്യക്തിക്ക് കൂടുതൽ മീൻസ് ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നുണ്ടാവുമായിരിക്കും. ആ വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ പ്രതീക്ഷിക്കുന്നത്. മീൻസ് അങ്ങനെ ഒരു വ്യക്തി ആവണമെന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ബൈ ചാൻസ് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, നെഗറ്റീവായിട്ട് സംഭവിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പുതിയ ജീവിതം തുടങ്ങണം. അതിപ്പോൾ അതൊരു പുതിയ ജീവിതം തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് ആ പാർട്ട്ണറിന് കാണാൻ പറ്റില്ല. ആ വ്യക്തി നിങ്ങളിൽ അങ്ങനെ ഒരു വീക്ക് പേഴ്സണായിട്ട് നിങ്ങളെ ആ വ്യക്തി കാണുന്നില്ല. അപ്പം എപ്പോഴും പറഞ്ഞാൽ നിങ്ങൾ സന്തോഷമായിരിക്കണം, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ളത്, മുന്നിൽ പോകാനുള്ള ഒരു സ്ട്രെങ്ത്ത് നിങ്ങളിൽ ഉണ്ടാവണം എന്നൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതേമാതിരി തന്നെ എപ്പോൾ നോക്കിയാലും നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കണം എന്ന് ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വെറുതെ ചേസ് ചെയ്യണ്ട എന്നാണ് ആ വ്യക്തി നിങ്ങളിൽ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.
എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് എന്താ ജീവിതത്തിൽ ചെയ്യാനുള്ളത് വെച്ചാൽ അത് ചെയ്യൂ. അതേമാതിരി തന്നെ ആ വ്യക്തിയും ചെയ്യാൻ സമ്മതിക്കും. മീൻസ് ആ വ്യക്തിക്ക് ചില ഇതൊക്കെ ഉണ്ട്, മീൻസ് ആംബിഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ അനുവദിക്കണം എന്നാണ് പറയണത്. ഓക്കെ, അതേമാതിരി തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട്. അതേമാതിരി തന്നെ ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കാനുള്ള ഒരു മീൻസ് ഒരു പക്ഷേ നിങ്ങളോട് തുറന്ന് പറയാനുള്ള ഒരു ഇതുണ്ടാവില്ലായിരിക്കാം, മീൻസ് സ്ട്രെങ്ത് ഉണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നിങ്ങളും കൊടുക്കുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്കും പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കണം എന്നാണ് പറയണത്. പക്ഷേ എന്തിനും ഒരു ആക്ഷൻ എടുക്കണം. ഇപ്പോൾ ആക്ഷൻ എടുക്കണം ഇൻ ദ സെൻസ് നിങ്ങളും ചില കാര്യങ്ങൾ മീൻസ് അത് മനസ്സിലാക്കിയിട്ട് വേണം ആക്ഷൻ എടുക്കാൻ. മീൻസ് പെട്ടെന്ന് ഒരു ഡിസിഷനിലേക്ക് എത്തണ്ട എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മുഴുവൻ സമയം അതിനു വേണ്ടി ഡിവോട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഓഫ് കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വേണം. സ്നേഹം മാത്രമല്ല, പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ആ സ്നേഹം കൊണ്ട് മാത്രം നമ്മളുടെ ജീവിതം മീൻസ് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉപരിയും നമ്മൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലും ഈ സൊസൈറ്റിയിലും ഒക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു സോഷ്യൽ അനിമൽ ആയതുകൊണ്ട്, ഒരു സോഷ്യൽ വ്യക്തി ആയതുകൊണ്ട് നമ്മൾക്ക് കമ്മ്യൂണിറ്റി ആയിട്ടും അല്ലെങ്കിൽ നമ്മളെ വേറെ ആൾക്കാരായിട്ട് സ്വന്തക്കാരും ബന്ധക്കാരും അല്ലെങ്കിൽ നമ്മളുടെ ഓരോരോ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ജീവിക്കണം. അപ്പോൾ ആ ജീവിതം നിങ്ങൾ ഫുള്ളി ജീവിക്കണം എന്നാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ റൊമാൻസിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കണം. ചിലവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, മീൻസ് ആ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നിട്ട് മാറുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്കൊരു പുതിയ ജീവിതം കാണുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കൊരു റൊമാൻറ്റിക് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ റൊമാൻറ്റിക് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയറിങ് കണക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കണമെന്നും ആ വ്യക്തി വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ കല്യാണം കഴിച്ച് പോവുക മറ്റേ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല മീൻസ് നിങ്ങൾക്കും വേറെ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളും നന്നായിട്ടോ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സ് തരണം നോക്കാം. ആ വ്യക്തിയുടെ അല്ല ഇപ്പോഴത്തെ ആ വ്യക്തിയുടെ എക്സ്പെക്റ്റേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരണത് എന്ന് പറയണത് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത്. അതേമാതിരി തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. മീൻസ് ഇത് ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ പറയാം അത് നമുക്ക് നടന്നു എന്ന് വരില്ല. മീൻസ് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അത് നമ്മൾക്ക് കിട്ടും എന്നില്ല. പക്ഷേ അത് എന്തുകൊണ്ട് നമുക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരനെ അതിന് കുറ്റം പറയും, അത് എനിക്ക് ഈശ്വരൻ തന്നില്ല, അതെൻ്റെ വിധിയാണ്. അങ്ങനെയൊന്നും അല്ല. ഈശ്വരൻ എപ്പോഴും നമ്മൾക്ക് നല്ലതേ വിചാരിക്കുള്ളൂ, നല്ലതേ നമുക്ക് തരാൻ ആഗ്രഹിക്കുള്ളൂ. അപ്പം നമ്മൾ ആ മീൻസ് അത് നല്ലതിലേക്ക് ഈശ്വരൻ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾക്ക് തരണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിലായിരിക്കാം എന്താ വെച്ചാൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ റിലേഷൻഷിപ്പിലൊക്കെ പോകുമ്പോൾ നമ്മളെ മറക്കുന്നു. നമ്മൾ എന്താണ്, ഈശ്വരൻ എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്, നമ്മൾക്കൊരു പേരുണ്ടാവും അല്ലേ, ആ പേര് പോലും നമ്മൾ മറക്കുന്നു. നമ്മളുടെ ആ റിലേഷൻഷിപ്പിൽ നമ്മളുടെ പേരിൻ്റെ കൂടെ വേറെ പേരുകൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല. ഈശ്വരൻ പറയുന്ന നീ എന്നൊരു വ്യക്തി ഉണ്ട്, നീ എന്നൊരു ഐഡൻറ്റിറ്റി തന്നിട്ടാണ് ഞാൻ നിന്നെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. അപ്പം നീ എന്താണെന്ന് ആദ്യം പ്രൂവ് ചെയ്യൂ. ആദ്യം നിന്നെ പ്രൂവ് ചെയ്യൂ. ഈ വേൾഡിൽ നീ എന്താണ് എന്നുള്ളത് നിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നോക്കൂ. അപ്പം നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനുള്ള ഒരു വഴി അത് ഈശ്വരൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ യൂണിവേഴ്സ് പറയണത്. അതേമാതിരി തന്നെ
നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം മീൻസ് ആരൊക്കെ എന്തൊക്കെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കാനുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ആൾക്കാരോ നിങ്ങളെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആത്മബലം അത് തരാനായിട്ട് ഈശ്വരൻ നിങ്ങളെ മീൻസ് ഈശ്വരൻ തന്നെ നിങ്ങളുടെ ഒരു ഒരു ശക്തി തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ അതിലേക്ക് പോവുക. മീൻസ് ആ ഒരു ഒരു ഞാൻ ചിലവരുടെ റീഡിങ് ഞാൻ ചെയ്യുമ്പോൾ അവരെനിക്ക് കമൻസിലും തരാറുണ്ട്. കുറേ പേരുടെ കമൻസ് ഞാനത് ഇത് ചെയ്യുന്നില്ല എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മീൻസ് അതൊരു എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ കമൻസ് ഒന്നും. അതെനിക്ക് മനസ്സിലാവും. അപ്പോൾ കുറേ കമൻസ് ഞാൻ ഹൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് നമ്മളുടെ വിഷമങ്ങൾ എന്താണ് അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീക്കാണ് എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രത്തോളം വീക്കാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നു അത്രത്തോളം മറ്റുള്ളവരെ നമ്മളെ കൂടുതൽ വീക്കാക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഈശ്വരന് പോലും അത് ഇഷ്ടമല്ല നമ്മൾ വീക്കായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എത്ര വലിയ സ്ട്രോങ് പേഴ്സൺ ആണ്, നിങ്ങൾ എത്ര വലിയ ആംബീഷ്യസ് ആണ്, അങ്ങനെയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ശക്തി അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അതിലേക്ക് നിങ്ങൾ മീൻസ് അതിലേക്ക് പോവുക. മീൻസ് അവനവനെ നന്നാക്കാനോ അല്ലെങ്കിൽ അവനവൻ്റെ ആംബിഷൻ എന്താണോ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, ഈ ബ്രൗൺ കളർ പെബിൾ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഈ സെക്കൻഡ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്നിട്ട് 2024 എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, 2024 നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, നിങ്ങളുടെ പാർട്ട്ണർ തന്നെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയണത്. നിങ്ങൾ ഒരു സ്റ്റാർ ആവാൻ പോവുകയാണ്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരും ചീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആവാനുള്ള ഒരു പേഴ്സണാണ്. ഫേമസ് ഇൻ ദ സെൻസ് മീൻസ് നിങ്ങൾ ഒരു സ്റ്റാർ ആവാൻ മീൻസ് നിങ്ങളെ കുറേ പേര് അറിയപ്പെടുന്ന ഒരു പേഴ്സൺ ആവാനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെപ്പോഴും സന്തോഷമായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരണോ അവിടെ നിങ്ങൾ എത്തിച്ചേരണം എന്നാണ് പറയുന്നത്. എത്തിച്ചേരണം ഇൻ ദ സെൻസ് നിങ്ങളുടെ ആംബിഷൻ എന്താണോ അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അതേമാതിരി തന്നെ ആ പേഴ്സണും വൈസ് വെർസിയും ആവാം കേട്ടോ. ആ പേഴ്സണും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാർ ആവണം എന്നുണ്ട് ആ പേഴ്സണും. അതേമാതിരി തന്നെ ആ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്കും ഒരു ഫേമസ് ആവണം എന്നുണ്ട്. അപ്പോൾ അതിനും അത് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആ പേഴ്സൺ നല്ല പോലെ മീൻസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അതേമാതിരി തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സണ് ഭയങ്കര ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു ഫീലിംഗ് ആണ്. മീൻസ് നിങ്ങളെവിടെയുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ എന്തും പറയില്ലേ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തും ആഗ്രഹിക്കാം, എന്തും എനിക്ക് കിട്ടും, ഞാൻ ആഗ്രഹിച്ചതെല്ലാം കിട്ടും എന്നൊക്കെ പറയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സപ്പോർട്ടും ഒരു മീൻസ് ഒരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ അതേമാതിരി തന്നെ എല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടണം എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന അതേമാതിരി തന്നെ നിങ്ങളെപ്പോൾ നോക്കിയാലും സുന്ദരിയായിരിക്കണം, നിങ്ങളെപ്പോഴും അണിഞ്ഞൊരുങ്ങിയിരിക്കണം, നിങ്ങളെപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, എല്ലാവരും നിങ്ങളെ മീൻസ് നിങ്ങളെ പ്രേസ് ചെയ്യണം, നിങ്ങളെപ്പോഴും പുകഴ്ത്തണം,
എത്തണം, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആര് കണ്ടാലും ഒരു അട്രാക്ഷൻ തോന്നിക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ജീവിക്കേണ്ടത് എന്ന്, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ആ പേഴ്സണ്. അതേമാതിരി തന്നെ ആ പേഴ്സൺ നിങ്ങളെ കുറേ സ്നേഹിക്കുന്നുമുണ്ട്, ആ പേഴ്സൺ ഓർമ്മിക്കുന്നുണ്ട്. മീൻസ് നിങ്ങൾ എപ്പോൾ നോക്കിയാലും ഒരു സെൽഫിഷ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ കൂടുതലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അതാവണം എന്നാണ് പറയണത്, എന്നാലേ നിങ്ങളും മുന്നിൽ പോവുള്ളൂ. അതേമാതിരി തന്നെ ആരെങ്കിലും നിങ്ങളെ മീൻസ് നിങ്ങളെ വഴി തെറ്റിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്നിട്ട് മാറണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കുറേ പേരുടെ മീൻസ് കുറേ പേര് അനുസരിക്കുന്നുണ്ടാവുമായിരിക്കാം. മീൻസ് ആ പേഴ്സണെ അല്ലാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ അല്ലാതെ വേറെ വല്ലവരെയും നിങ്ങൾ അനുസരിക്കുന്നുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ലവരെയും മാത്രം കാര്യങ്ങൾ മാത്രം അവരെന്താ പറയണത് അത് മാത്രം അനുസരിക്കുന്നുണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ അതേമാതിരി ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. ഓഫ് കോഴ്സ് അതൊക്കെ അങ്ങനെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഇൻ ദ സെൻസ് നിങ്ങൾ അതൊക്കെ കേട്ടോളൂ, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മീൻസ് ഒരു അഭിപ്രായം അത് നിങ്ങൾ വെക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആവുകയാണ്. സെൻസിറ്റീവ് ഇൻ ദ സെൻസ് നിങ്ങൾ കുറേ പേരെ പറ്റി കുറേ മീൻസ് ചിന്തിക്കുക. മീൻസ് പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് അയ്യോ അവരെനിക്ക് പാസ്റ്റിൽ അവരെന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാതെ വേണം ഞാൻ മുന്നിൽ പോവാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത. അങ്ങനെയല്ല. മീൻസ് നിങ്ങൾ എത്രത്തോളം മുന്നിൽ പോകുന്നു, നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആവുന്നു, നിങ്ങൾ എത്രത്തോളം ജീവിതത്തിൽ വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുന്നു, അത്രത്തോളം ആൾക്കാർ നിങ്ങൾ മീൻസ് അവരാരും നിങ്ങളെ പിന്നെ തടയില്ല. മീൻസ് നിങ്ങളെ ആരും അങ്ങനെ മീൻസ് അവർ വിചാരിക്കില്ല അയ്യോ ഇവരെന്നെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത് ചെയ്തു. ആരെയും ചീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരെയും ചീറ്റ് ചെയ്യാതെ വേണം നമ്മൾ മുന്നിൽ പോകാൻ. ആരെയും നമ്മൾ മീൻസ് നമ്മൾ മുന്നിൽ പോകുമ്പോൾ ഒരുപക്ഷെ പഴയ ആൾക്കാർക്ക് വിഷമം ഉണ്ടാവുമായിരിക്കും, നമ്മൾ അവരെ വിട്ടുപോകണു, അല്ലെങ്കിൽ നമ്മൾ അവരെ മീൻസ് അവരെ ഇത് ചെയ്യുന്നില്ല, അവർ കെയർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഒന്നുമല്ല. മീൻസ് നമ്മളങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ വല്ല വിജയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് നമ്മളുടെ കർമ്മഫലം ഇൻ ദ സെൻസ് നമ്മളത് പ്രസൻറ്റ് മൂമെൻറ്റിനെ ഏത് വിധത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വിജയങ്ങൾ, നമ്മളുടെ വിക്ടറി. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് മൂമെൻറ്റിനെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ലാതെ, അതേമാതിരി തന്നെ മറ്റുള്ളവർക്ക് പറ്റി മാത്രം ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. നിങ്ങളെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും നിങ്ങളത് ശ്രദ്ധയോടുകൂടെ ചെയ്യണം. അതേമാതിരി തന്നെ നിങ്ങളെപ്പോഴും എല്ലാവരുടെ മുന്നിലും ഒരു എക്സാമ്പിളായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതേമാതിരി തന്നെ നമ്മൾ പറയില്ലേ വന്ന വഴി മറക്കരുത് എന്ന്. ഓഫ് കോഴ്സ് നമ്മൾ വന്ന വഴി മറക്കുന്നതായിട്ട് കാണുന്നില്ല അവിടെ. പക്ഷെ എന്നാലും നിങ്ങളെപ്പോഴും സൂക്ഷിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. എപ്പോൾ നോക്കിയാലും മറ്റുള്ളവർ മാത്രം പറയുന്നതനുസരിക്കാതെ നിങ്ങളുടെ ഒരു മീൻസ് കാര്യങ്ങളും നോക്കണം. നിങ്ങളെപ്പോഴും നിങ്ങളെയും ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. ഓക്കെ. പിന്നെ അതെ ഇത് നോക്കൂ, പിന്നെയും ഇതാണ് പറയണത്. മീൻസ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഓഫ് കോഴ്സ് ആർക്കേഞ്ചൽ മൈക്കിൾ മീൻസ് പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ചൊരു മൂൺ എനർജിയാണ്. മൂൺ എനർജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചില സമയത്ത് ഇമോഷണൽ ആവാറുണ്ട്. മീൻസ് നിങ്ങളുടെ ഇമോഷൻസ് അപ്സ് ആൻഡ് ഡൗൺ ആവാറുണ്ട്. അപ്പം നിങ്ങളത് നോക്കണം. മീൻസ് അത് ആ ഇമോഷണൽ ആവുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ആദ്യം നിങ്ങൾ ബാലൻസ് ആവണം. അതേമാതിരി തന്നെ നിങ്ങൾ ബാലൻസ് ആയിട്ട് വേണം നിങ്ങളെ ഓരോ കാര്യങ്ങളും ഓരോ ഡിസിഷനും എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കണ്ടെന്ന് പറയുന്നില്ല, കേൾക്കണം. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യണം. അതേമാതിരി തന്നെ ഒരു ചതിക്കുഴിയിലും നിങ്ങളെ പെടാതെ നിങ്ങൾ നോക്കണം. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ് കൂടിയിട്ട് മീൻസ് ചില സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റയ്ക്കാവും. ആ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും മറ്റുള്ളവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ മീൻസ് എപ്പോഴും നമ്മൾ മറ്റുള്ളവർ വന്ന്
നമ്മളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ വന്ന ഉപദേശങ്ങൾ കുറേയൊക്കെ തരുമ്പോഴും നമ്മൾ അതുമാത്രം കേൾക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടേതായിട്ടുള്ള അവരെന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, അവരെന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ അത് മീൻസ് അത് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങളെപ്പോഴും ഒരു സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേയൊക്കെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കാനാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ദൈവം ഞാൻ എന്ത് ചെയ്താലും എന്നെ ദൈവം നോക്കിക്കോളും അങ്ങനെയല്ല. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന് നമ്മളെ മാത്രമല്ലല്ലോ നോക്കാൻ സമയം. നമ്മളെ നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ദൈവത്തിൻ്റെ മേലെ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് എൻ്റെ വിധിയാണ് അല്ലെങ്കിൽ ഇത് ദൈവം എനിക്ക് അങ്ങനെയാണ് തന്നത്. അങ്ങനെയല്ല, നമ്മളുടെ ബുദ്ധിയും ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതേമാതിരി തന്നെ ഇവിടെ എന്താ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വൈസായിട്ട് യൂണിവേഴ്സ് ഈ സമയത്ത് എന്താണ് തരണം, മീൻസ് വർഷാവസാനം എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ഈശ്വരൻ എല്ലാ ആൾക്കാർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക. അതേമാതിരി തന്നെ അതിൻ്റെ അത് നിങ്ങൾ കാണിക്കണം. മീൻസ് അത് കാണിക്കണം ഇൻ ദ സെൻസ് ഭയങ്കരമായിട്ട് ഒരു പൊങ്ങച്ചം പറയുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ താത്തുക അങ്ങനെയല്ല. മീൻസ് അത് മനസ്സിലാക്കണം. അത് ഈശ്വരനായിട്ട് നമ്മൾക്ക് തന്ന ഒരു കഴിവാണ്. ചിലവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്റ്റാർ ആവാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം അത് മനസ്സിലാക്കണം, നിങ്ങളെ കൊണ്ട് അതിന് കഴിയും എന്നുള്ളത്. അപ്പം ഏത് വിധത്തിലുള്ള ഫിലിം സ്റ്റാറും ആവാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആവാനുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ പൈലാറാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾ ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ വല്ലവരും നിങ്ങളോട് കോൺട്രാക്ട് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ എല്ലാം വായിച്ചു നോക്കിയിട്ടും എല്ലാം വേണം നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ലീഗലായിട്ടും അതിലൊക്കെ സൈൻ ചെയ്യാനും എല്ലാം ഇതാക്കാനും ഒക്കെ. അതേമാതിരി തന്നെ നിങ്ങളുടെ നല്ല വശവും നിങ്ങളുടെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എല്ലാം നിങ്ങൾ എബിലിറ്റി എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയും അച്ഛനും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് അത് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്തുണ്ടാവില്ലായിരിക്കാം, വേറെ വല്ല സ്ഥലത്തായിരിക്കാം. അപ്പോൾ അവരതൊക്കെ നിങ്ങളിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മീൻസ് നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതേമാതിരി തന്നെ നിങ്ങൾ ഫേമസ് ആവാൻ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പാർട്ട്ണർ. അതേമാതിരി തന്നെ നിങ്ങൾ മീൻസ് നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെയൊക്കെ നിങ്ങൾ മീൻസ് അവർക്കുമൊക്കെ ഒരു വാല്യൂ കൊടുക്കണം എന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആദ്യം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കണം. അപ്പം നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഒരു സമൂഹത്തിനെയൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് ഇവിടെ. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ശരിക്കും നടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം അവനോനെ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഹീൽ ചെയ്യുക. അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരാൻ പോണ സമയത്തൊക്കെ കിട്ടാൻ പോണ ഒരു ഉപദേശം എന്ന് പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫ്രണ്ട്സ്.